അപ്പോൾ ഇന്ന് വെനസ്ഡേ ഈവനിങ് ആണ്. അപ്പം കടുക് വീട്ടിൽ കടുക് ഉപ്പ് ഇതൊന്നും തീരരുതെന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേ ഇതൊന്നും പെട്ടെന്ന് തീരത്തുമില്ല, പക്ഷേ തീർന്നാൽ വാങ്ങാനോട്ട് ഓർക്കത്തുമില്ല ഈ രണ്ട് സാധനങ്ങൾ. അതെന്നാൽ വീട്ടിൽ എപ്പോഴും എല്ലാത്തിനും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് കടുവും ഉപ്പുമൊക്കെ. പക്ഷേ എന്താ പറയുക, പിന്നെ ഞാൻ എന്താ അപ്പോൾ ഞാൻ ഇത് വെക്കാൻ പോകുന്നത് കണ്ടല്ലോ, ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. തീയൊക്കെ ഒന്ന് കത്തിച്ചേക്കാം. അപ്പം ഞാൻ മുളകെല്ലാം ചെയ്ത് വെച്ചു. കപ്പയും വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൂക്ക് ഒലിക്കുന്നത് കാരണം ഒരു രക്ഷയില്ല. എന്താ പറയുക, ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് അരിഞ്ഞെടുക്കാനുള്ള മടി കൊണ്ടും വയ്യാഴിക കൊണ്ടും, പിന്നെ അത് തന്നെയല്ല, അതൊന്ന് ചതച്ചിട്ടാലാണ് അതിൻ്റെ ഫ്ലേവറെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിക്കോളുമല്ലോ. അതുകൊണ്ടും ഞാൻ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കുവാണ്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല സുഖമില്ല, ജലദോഷവും ചുമയും തൊണ്ടവേദന അങ്ങനെ. പിന്നെ ഞാനൊരു അലോവേരയുടെ ഡ്രിങ്ക് കുടിക്കാനായിട്ടൊന്ന് എടുത്ത് വെച്ചതാണ്. ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാകാനായിട്ടൊക്കെ നല്ലതാണ്. അതിങ്ങനെ അതിനിടയ്ക്ക് കടിക്കാനായിട്ടൊരു ബൈറ്റ്സും ഉണ്ട്. അപ്പം ഞാനതൊന്ന് കപ്പിലൊഴിച്ച് കാണിക്കാവേ. കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കുകയും ചെയ്യാം. ഇതാ കണ്ട, അങ്ങനെ ഒരു ദിവസം കൂടി ഇവിടെ വാങ്ങാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ഇതാണ് ഒലിവ്. അത് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നതാണേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനത് വാങ്ങിച്ച് ചുമ്മാ ഇങ്ങനെ തിന്നാറുണ്ട്, അല്ലെങ്കിൽ സാലഡിൻ്റെ കൂട്ടത്തിലൊക്കെ ഇട്ടൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ച് അത് നമുക്കൊരു അച്ചാറിട്ടാലോ എന്ന്. അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് അതൊരു അച്ചാറൊക്കെ ഇട്ട് നന്നായിരിക്കും അല്ലേ. എനിക്ക് തോന്നുന്നു ഇത് കാന്താരി ഇട്ട് ഇടുന്നത് നല്ലതായിരിക്കും. നമ്മൾ നാരങ്ങയൊക്കെ വെക്കത്തില്ലേ, കാന്താരി ഇട്ട് വെള്ള, അതുപോലെ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചോറ് കഴിക്കാമെന്നാണ് വിചാരിച്ചത് വൈകിട്ട്. പക്ഷേ കറി അങ്ങനെ ഒന്നും വായിക്കൊരു രുചിയൊന്നും തോന്നുന്നില്ല. അപ്പോൾ ചോറ് കഴിക്കാം എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ കപ്പ ഇരിപ്പുണ്ടായിരുന്നു, അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ കപ്പ എടുത്ത് പുഴുങ്ങാൻ വേണ്ടിയിട്ട്, വേവിക്കുമൊന്നുമല്ല, പുഴുങ്ങി തിന്നാനാണ് തോന്നുന്നത്. പുഴുങ്ങി തിന്നാനെന്ന് പറഞ്ഞാൽ അത് ഈ മുളക് പൊടിയും സവാള കൂടുതലൊക്കെ ഇട്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഉപ്പും കൂടെ ഒഴിച്ച് അങ്ങനെ കഴിക്കത്തില്ലേ. അങ്ങനെ ചിലപ്പം ദോശയ്ക്കൊക്കെ മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനത് വെള്ളത്തിനകത്തുനിന്ന് അതെടുക്കാൻ
ബാക്കി അവിടെ കേടാകാതെ കിടന്നോളുകയും ചെയ്തതുകൊണ്ട്. അപ്പം അങ്ങനെ കപ്പ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ കപ്പ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒലിവ് നാട്ടിലൊക്കെ കിട്ടുമോ? ഭയങ്കര അസ്വസ്ഥതയാണ്, മൂക്കെല്ലാം അങ്ങ് എപ്പോഴും റണ്ണിങ്. മൂക്കിങ്ങനെ ചീറ്റിയും വലിച്ചു എൻ്റെ ഇടപാട് തന്നു. പിന്നെ അത് തന്നെയല്ല, വായൊക്കെ പൊട്ടിയിരിക്കുകയും കൂടെ, സൗണ്ടൊക്കെ വല്ലാതെ ആയിരിക്കുന്നത് അല്ലേ. എല്ലാം കൊണ്ടും ഒരു അസ്വസ്ഥതയാണ്. അപ്പം ഞാൻ കപ്പയൊന്ന് നോക്കട്ടെ. കപ്പ നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെന്തോ കുറേ ദിവസമായിട്ട് ആ ലോറി ഇവിടെ കർണാടകയിൽ എവിടെയോ ഇല്ലേ, അതൊക്കെ ഓർത്തിട്ടും അതൊക്കെ വീട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ അല്ലേ, വീട്ടിൽ തിരിച്ചെത്തുമോ, എന്താ സംഭവിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എത്ര ദിവസമായി ആ പയ്യനെ എൻ്റെ ഒരു വിവരവും ഇല്ലാതെ ചുമ്മാ. എന്നിട്ട് ഇത് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഓരോ ന്യൂസൊക്കെ കേട്ടിട്ടെ ഞാനതൊന്നും കേൾക്കാറേ ഇല്ല. ഇനിയിപ്പോൾ ഇത്രയും ദിവസമായില്ലേ, 9 ദിവസം കണ്ടായി, യാതൊരു അറിവില്ല ഇതുവരെയും അതിനെപ്പറ്റി എന്താല്ലേ. പക്ഷേ എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ അല്ലേ? ഇത്രയും ദിവസമായെടുത്ത് എന്താണെന്നറിയത്തിൽ. എന്തായാലും ജീവനോടെ അർജുൻ തിരിച്ചു വരട്ടെ അല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടു കിട്ടുന്ന അവസാന നിമിഷം വരെ ഒന്നും വരുത്തരുതേ. ഏത് ദൈവമേ, ഞാനിങ്ങനെ അയ്യോ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് കേട്ടിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? വയ്യാത്തതുകൊണ്ടാണേ. ഐസ് ഫ്രോസൺ കപ്പയായിരുന്നേ. ഞാനതെടുത്ത് വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു. പിന്നെ അറിയാമല്ലോ എൻ്റെ കാര്യം നിങ്ങൾക്കൊക്കെ, എനിക്കൊരു ക്ഷമയില്ല. ഞാൻ പെട്ടെന്ന് വെള്ളത്തിലിട്ട് അത് പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടണം. കൈയെല്ലാം തണുത്ത് മരച്ച്. പിന്നെ നമുക്ക് ഇതും ഒന്ന് അച്ചാറിട്ട് വയ്ക്കാം. പിന്നെന്താണ്, പിന്നെ നമുക്ക് ഞാൻ വേറെ 1-2 അച്ചാറുകളൊക്കെ ഇടണമെന്നിങ്ങനെ ഓർത്തു. പക്ഷെ ഒന്നിനും ഈ വയ്യാത്തത് കാരണം ഒന്നിനും ഒരു ഉത്സാഹം തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം പണിയൊക്കെ കിടപ്പുണ്ട്. വീടൊന്ന് ക്ലീനാക്കണം, ഒന്ന് ഹൂവർ ചെയ്യാനും ക്ലീനാക്കാനും എല്ലാം കിടക്കുക. പക്ഷെ ഒന്നും ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിത് അച്ചാറിട്ടിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ എന്താ അച്ചാറിടാൻ പാടില്ലാത്തല്ലേ, എല്ലാം അച്ചാറിടാം. പിന്നെ എന്താണ്, അപ്പോൾ ഓരോരുത്തരൊക്കെ പരാതിയാണ്, ഞാൻ ആരുടെയും വീഡിയോ കാണുന്നില്ല, ആരുടെയും വീഡിയോയിൽ ചെല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയും ഞാൻ കാണാറില്ല. ഇപ്പോൾ കാണാറില്ലെന്ന് പറഞ്ഞാൽ ഈ വയ്യാത്തത് കൊണ്ട് തന്നെ കാരണം. ഒന്നും കാണാനും ഒന്നിനുമുള്ള ഒരു ഉത്സാഹമില്ല. സുപ്രിയൊക്കെ ഇന്ന് വന്നിട്ട് പറഞ്ഞ് എന്നോട് പിണങ്ങിയെന്നൊക്കെ പറഞ്ഞ്. സുപ്രിയ, ഞാൻ മനഃപൂർവ്വം അല്ല കേട്ടോ, എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ചെയ്യാനുള്ളൊരു തോന്നുന്നില്ല. അതൊക്കെ കൊണ്ടാണ്. പിന്നെ
പിന്നെന്താണ്, നമുക്ക് ഈ അച്ചാറും ഇടാം. പിന്നെ വേറെന്താ, കൈയൊക്കെ വിറയ്ക്കുന്നത് പോലെ തോന്നുന്നു. വല്ല ഡെങ്കിയോ നിപ്പയോ വല്ലോ ആകുമോ? പിന്നെ അതിനിടയ്ക്ക് നമുക്ക് അത് നോക്കണം. പിന്നെ വേറെ എന്താണ്, ഞാൻ വേറെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. നമുക്കില്ലേ കുറച്ച് സവാള അരിഞ്ഞിട്ട്, എവിടെ കട്ടിംഗ് ബോർഡ് എവിടെ, കുറച്ച് സവാള അരിഞ്ഞ് എടുക്കാം. ബാക്ക് പെയിനൊന്നും ഒരു കുറവുമില്ല. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ അവർ അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്, അതിനൊക്കെ പോകണം. എന്താ പറയാൻ. അപ്പോൾ നമുക്ക് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഞാൻ ഇന്ന് അവരുടെ വീഡിയോയും കണ്ടില്ല, ജയുവിൻ്റെയും മറ്റേ അജിതയുടെയും ഒന്നും. കാരണം അവരുടെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ സവാള അരിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, കൂടുതൽ സവാളയും കുറച്ച് മുളക് പൊടി അല്ലേ, കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കാശ്മീരി ചില്ലി, അത് ഒത്തിരി എരിവ് വേണ്ട. ഈ വായൊക്കെ പൊട്ടിയിരിക്കുന്ന കാരണേ ഒത്തിരി എരിവായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മനസ്സിലൊരു ആശയം തോന്നിയതാണ് കേട്ടോ, ഇങ്ങനെ ചെയ്യാമെന്ന്. കുഴപ്പമില്ലായിരിക്കും, എരിവൊക്കെ കൂട്ടാൻ പറ്റുമോ ഇല്ലയോ അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക് അല്ലേ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഉപ്പിട്ട് വെളിച്ചെണ്ണ എവിടെ, മുളകും ഉപ്പും മുളകും സവാളയും കൂടി എടുത്തിട്ടു. പിന്നെ എന്താണ്, വെളിച്ചെണ്ണയും കൂടെ ഇട്ടാൽ, ഞാൻ അധികം വെളിച്ചെണ്ണയൊന്നും ഞാൻ ഉപയോഗിക്കുന്നതല്ല. ഇത് കപ്പ വേകുമ്പോഴത്തേന് ഇത് റെഡിയായാൽ മതി. പക്ഷേ ഞാനിന്ന് റെഡിയാക്കി വെച്ചു. വായിക്ക് വല്ല ഉപ്പോ പുളിയോ വല്ലതും അറിയാവോ എന്തോന്നും അറിയില്ല, നോക്കട്ടെ. ഇനി എൻ്റെ വാഴയുടെയാണോ എന്താണോ ഇച്ചിരി ഉപ്പല്ല എരിവ് കൂടുതലാണെന്ന് തോന്നുന്നു. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ ശരിയാവുമായിരിക്കും അല്ലേ. അയ്യോ, എൻ്റെ ഈ മൂക്ക് ഒലിക്കുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നുണ്ട്? അയ്യോ, എനിക്ക് വയ്യ, ഇങ്ങനെ വലിച്ച്
ഇച്ചിരി ഉപ്പ് കൂടിപ്പോയേ. ഉപ്പോ എന്തൊക്കെയോ കൂടുതൽ ഒരു ശകലം വിനാഗിരിയും കൂടി ഞാൻ ഒഴിക്കുവാണേ. ഉപ്പാണോ എരിവാണോ എന്താണ് കൂടുതൽ വായിക്കൊരു രുചിയിൽ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ കപ്പ വേകുമ്പോഴേക്കും നമുക്ക് കഴിക്കാവോ നോക്കാം. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ അച്ചാറും കൂടെ ഞാൻ വെക്കാം. വെച്ചിട്ട് ഞാൻ വെച്ച് കൂട്ടി നോക്കിയിട്ട് പറയാമേ ഒലിവച്ചാർ എങ്ങനെയുണ്ടെന്ന്. നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ? നാട്ടിലൊക്കെ കാണും ഇപ്പോൾ ഒലിവല്ലേ. ഇപ്പം നാട്ടിലെന്താ കിട്ടാത്തത്? എല്ലാം കിട്ടും. അപ്പോൾ ആ ഒലിവൊക്കെ മേടിച്ച് നിങ്ങളും ഇതുപോലെ ഒന്ന് ഞാൻ കൂട്ടിയിട്ട് പറയാം നല്ലതാണോ എന്ന്. നല്ലതാവാനാ വഴി. അപ്പോൾ കടുകൊക്കെ തീരാറായിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇനി എപ്പോഴേലും കടയിൽ പോകുന്ന സമയത്ത് അത് വാങ്ങണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സ്പെഷ്യൽ അച്ചാർ ഞാൻ ഇടാൻ പോവാന്ന്. അപ്പോൾ അത് നല്ലെണ്ണ ഒഴിക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു. എപ്പോഴും അച്ചാറുകൾ വയ്ക്കുമ്പോൾ നല്ലെണ്ണയാണ് നല്ലത് കേട്ടോ. അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് ഉലുവയും ഇടണം. പിന്നെ മുളക് പൊടി വേണ്ടല്ലോ. കടുക് ഉലുവ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ അച്ചാർ എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്കൊക്കെ. അപ്പം ഇതൊക്കെ അരിഞ്ഞെടുക്കുന്ന മടി കൊണ്ടും പിന്നെ കുറച്ചും കൂടി കാണാമോ വെട്ടത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നല്ലേ. എന്തായാലും ഞാൻ ഈവനിങ് അല്ലേ ഇത് എടുക്കുന്നത്. ഇപ്പം 4-5 മണിയായി കാണുമായിരിക്കും. എടുക്കാൻ വയ്യ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ വാച്ച് അവറും വ്യൂസും എല്ലാം അങ്ങ് കുറഞ്ഞു. പിന്നെ ഓരോരുത്തരൊക്കെ വീഡിയോ ഇടുന്ന കാണുമ്പോൾ അങ്ങ് കൊതിയാവും എന്തെങ്കിലും ഒന്ന് എടുത്തിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇതൊക്കെ അരിഞ്ഞെടുക്കുന്ന മടി കൊണ്ടും ഇത് ചതച്ചിടുന്നതാണ് ഒന്നും കൂടി ബെറ്ററെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും ഞാൻ അങ്ങനെ അത് ചതച്ചെടുത്തു. പിന്നെ അതാ നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ എന്താ പേര് കാന്താരി, അതുമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് എണ്ണ ചൂടാകട്ടെ. കറിവേപ്പില കറിവേപ്പിലയുണ്ട്. അപ്പോൾ കടുക് ഉലുവയും ഇടാം അല്ലേ. എൻ്റെ ഈ ചീറ്റലും ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കുകയും വേണം എന്നാൽ വയ്യ എന്തായാലും. അപ്പോൾ എന്തായാലും ഒരാരോഗ്യമില്ല. ഇമ്മ്യൂണിറ്റി എല്ലാം കുറഞ്ഞ് വരുവാണ്. കാരണം പ്രായമൊക്കെ ആയില്ല, അതായിരിക്കും. കടുകൊക്കെ പൊട്ടിത്തുടങ്ങി. എന്നാൽ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്
നിങ്ങളൊക്കെ ചിന്തിച്ചേക്കാം അല്ലേ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നും വീഡിയോ ഇടണം, എന്നും ഇടണമെന്നൊക്കെ മനസ്സിലോർക്കും. പക്ഷേ എന്താ പറയുക, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ പരിയുടെയൊക്കെ സീസണാണെന്ന് തോന്നുന്നല്ലേ. അപ്പം കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉലുവയിട്ട് പിന്നെ എന്താ ഉലുവയും മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അങ്ങോട്ട് ഇടണം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെക്കാം. അപ്പം കടുകും ഇതൊക്കെ പൊട്ടി കടുകും ഉലുവയും മൂത്തു. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കാരണം നല്ലെണ്ണയും കൂടെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതിനകത്തോട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴേക്ക് ഉള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല സൂപ്പറാണ്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഫ്രോസൺ കറിവേപ്പിലയാണ് കേട്ടോ, എന്നാലും നല്ല ഫ്രഷ് പോലെ ഇരിക്കുന്നത്. ഞാൻ ആ ഫ്രഷായിട്ട് തന്നെ കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ചതാണ്, ഫ്രീസറിൽ കണ്ടോ. സാധാരണ ഞാൻ വെക്കുമ്പോൾ ഇങ്ങനെ ശരിയാകുന്നതല്ല, പക്ഷേ ഇപ്പം നല്ല ഫ്രഷായിട്ടിരിപ്പുണ്ട് കണ്ടോ. കണ്ടോ, കറിവേപ്പിലയൊക്കെ നന്നായിട്ടിടാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് അപ്പം തന്നെ എടുത്താൽ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചേക്കാം. ബ്ലെൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇത് കറിവേപ്പിലയും കൂടെ ഇട്ടപ്പം പറയാനുമില്ല സ്മെല്ല്, അയ്യോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് നമ്മുടെ എന്താ ഇതിൻ്റെയൊക്കെ പേരും കൂടെ മറന്നു പോകും. കാന്താരി ഇടുമ്പോൾ സൂക്ഷിച്ചോണം, വെള്ളമുള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഷേപ്പ് മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യണ്ടേ, അതൊന്ന് മൂടി വയ്ക്കാം അല്ലേ. നമ്മുടെ മുഖത്തിൻ്റെയൊക്കെ അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ വെള്ളം ഉള്ളത് കാരണം ഞാൻ ഈ വിനാഗറിൻ്റെ അത് ഇട്ടിരിക്കുന്നതാണ് ഇത് കാന്താരി. അപ്പം വെള്ളം ഉള്ളത് കാരണം ചിലപ്പം പൊട്ടിത്തെറിക്കാൻ വഴിയുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ കാന്താരി ആണെങ്കിലും എടുത്ത് നമുക്ക് ഒന്ന് ചോറൊക്കെ ഒന്ന് അന്നേരം ഞാൻ തീ കുറച്ച് വെച്ചിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടിത്തെറിക്കേണ്ട സമയം കഴിഞ്ഞ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച് ഞാനത് മറന്നങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓർത്തപ്പോഴേ ഞാനങ്ങ് പറയുവാണ്. അപ്പം എനിക്കൊരു സംരംഭം തുടങ്ങണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു ഇതൊന്ന്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം അതൊന്ന്
മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന് ഞാൻ ആലോചിക്കുക. അപ്പോൾ ചെറിയ തോതിൽ നമുക്ക് ഒന്ന് ആരംഭിക്കാം. എന്നിട്ട് പിന്നെ അത് സക്സസ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി വിപുലമായിട്ട് നമുക്ക് നടത്താം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ, എന്താണെന്നുള്ള കാര്യം പിന്നെ ഞാൻ പറയാം. എന്നാലും നിങ്ങൾക്ക് പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്തോളൂ, കമൻ്റ് ഇട്ടോളൂ എന്താണെന്ന്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന ഇവിടെയാണ്, നാട്ടിലെങ്ങും അല്ല കേട്ടോ, ഇവിടെയാണ്. പക്ഷേ നാട്ടിലുള്ളവർക്കത് പ്രയോജനം ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ എന്താണെന്ന്. ഇവിടെ ഉള്ളവർക്ക് അത് കുറച്ച് സഹായമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് അതൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അത് തുടങ്ങിയാൽ വിജയിക്കും എന്നുള്ള അപ്പം കാര്യം എന്താണെന്നൊക്കെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവം സഹായിച്ചാൽ ഞാൻ അത് തുടങ്ങിയാൽ വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. അപ്പോൾ അതെന്താണെന്ന് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്കറിയാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ ആരൊക്കെ പറയുന്നുണ്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളെന്ന്. ആർക്കൊക്കെ പറയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാന്താരി ഇല്ലേ, നല്ല എരിവുണ്ട് ഇപ്പം തന്നെ കേട്ടോ. അപ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടാം, ഒരു കളറൊക്കെ വേണ്ടേ. പിന്നെ നമുക്ക് കുറച്ച് ഇതിപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഓൾമോസ്റ്റ് അത് കഴിയാറായിട്ടുണ്ട് കേട്ടോ ഈ അച്ചാറിൻ്റെ പരിപാടി. അപ്പോൾ കുറച്ച് വിനാഗിറും കൂടെ ഒഴിക്കുവാണേ. ഉപ്പിടണം. ഉപ്പ് ഇവിടെ നേരെ ഇരുന്നാലും കാണത്തില്ലത്. കുറച്ച് കൂടെ ഇടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതും കൂടെ ഇടാം. എന്തോ ഒലിവ്. അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഒലിവ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്തോട്ട് തിളച്ച് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഇച്ചിരിയും കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം.
നമ്മുടെ കപ്പയും ഞങ്ങൾ വേവുന്നതുകൊണ്ട് പിന്നീടും കുഴപ്പമില്ലാതെ ഉപ്പുവെള്ളത്തിനകത്തൊക്കെ കിടന്നത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതല്ലോ. കുഴപ്പമില്ല. എന്നാലും ഇച്ചിരി ചാറുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ചോറിനൊക്കെ വേറെ കറി ഒന്നും വേണം. ചിലർക്കൊക്കെ ഈ ഒരു ഇഷ്ടം ഉണ്ടാവത്തില്ല അല്ലേ? അതിനൊരു കയ്പല്ല, ഒരു കമർപ്പ് പോലെ ഇല്ലേ? പക്ഷെ അത് നല്ലതാണ്. ഭയങ്കര ഗുണമുള്ള സാധനമാണ് ഒലിവെണ്ണയൊക്കെ പറയുന്നത്. ഒലിവെണ്ണയൊക്കെ സൂപ്പറല്ലേ പാചകത്തിനൊക്കെ? ഇവിടെ മിക്കവാറുമൊക്കെ എല്ലാവരും ഈ ഒലിവെണ്ണയൊക്കെയാണ് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നല്ല ഹെൽത്തിന് നല്ലതാണ്. ഭയങ്കര വിലയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കപ്പയും മുളകും കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഒലിവച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കപ്പയുടെ കൂട്ടത്തിൽ അതും കൂടെ കുറച്ച് കഴിക്കാം. പക്ഷേ എരിവ് സമ്മതിക്കുമോ എന്നറിയില്ല, എൻ്റെ ഈ വായുടെ പ്രശ്നം കാരണം. വിശക്കുകയും ചെയ്യുന്നുണ്ട്, അപ്പോൾ കഴിക്കാനും പറ്റത്തില്ല. ആ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇഷ്ടമുള്ളത് ചോറ് കഴിക്കാൻ തോന്നുന്നില്ലെന്ന് കപ്പ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചത്. അയ്യോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എന്നാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ഒന്ന് ഗസ് ചെയ്തിട്ട് നിങ്ങൾ പറയൂ ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവരും വീഡിയോ കയറി കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.